So today I forgot to start the vlog when I woke up. അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചപ്പാത്തി ആൻഡ് ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു. ഗോബി മഞ്ചൂരിയൻ അടിപൊളിയായിരുന്നില്ലേ? ഗോബി മഞ്ചൂരിയൻ അടിപൊളിയാണ്. ചേട്ടൻ ഭയങ്കര അടിപൊളി കുക്ക് ചേട്ടനുണ്ട് ഞങ്ങൾക്ക്. കുക്ക് ചേട്ടൻ വളരെ അടിപൊളിയായിട്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കും. സോ ഞങ്ങളത് ഡിവോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി എൻ്റെ സ്കിൻ ലുക്സ് മച്ച് ബെറ്റർ ദാൻ ഇറ്റ് വാസ് ലുക്കിംഗ് few days ago. I mean, pigmentation and all that is really there, but I'm not doing anything to get rid of it. അത് കളയാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. So obviously there will be no change, but ഡ്രൈനെസ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇടയ്ക്ക് വെച്ച് ഞാൻ കേർഡ് തേച്ചപ്പോഴത്തേക്ക് ഒത്തിരി ഡ്രൈനെസ് കുറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യാനുള്ള മെയിൻ കാരണം ഞങ്ങളൊന്ന് പുറത്ത് പോകും. അപ്പോൾ എന്തെങ്കിലും കാണിക്കാമല്ലോ ഇൻ ദ സെൻസ് നമ്മൾ വ്ളോഗ് ചെയ്യുന്ന കാണാൻ എന്തെങ്കിലും കോണ്ടൻറ്റ് ഉണ്ടാവും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ എം ഗോയിങ് ടു ബി വ്ളോഗിങ് ടുഡേ ദ ഹോൾ ഡേ. ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ഞാൻ ഹോപ്പ്ഫുള്ളി വ്ളോഗ് ചെയ്യും. സോ ഞാൻ ഇന്നിപ്പം ബാംഗ്ലൂർ എസ്പെഷ്യലി HSRൽ ഒരു മാച്ച പ്ലേസ് ഉണ്ട്. അത് ട്രക്കാണ്, ഫുഡ് ട്രക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു അവിടെ ഭയങ്കര നല്ലതാണ്, പിന്നെ ഇറ്റ്സ് വെരി റീസണബിൾ അപ്പാരൻ്റ്ലി. അപ്പം പോയി നോക്കാം. ബിക്കോസ് യൂഷ്വലി മാച്ച പ്ലേസസ് ആർ വെരി എക്സ്പെൻസീവ്. ഞാൻ റീസെൻ്റ്ലി ഒരു മാച്ച പ്ലേസിൽ പോയി. അത് കുറച്ച് ദൂരെ MG റോഡ് ആ ഭാഗത്തെങ്ങാണ്, വിക്ടോറിയ ലേഔട്ടിൽ. ഇറ്റ് വാസ് നൈസ്. മാച്ച വാസ് ഗുഡ്, പിന്നെ ബട്ട് ഇറ്റ് വാസ് എ ലിറ്റിൽ ടു മച്ച് ബിക്കോസ് മാച്ച ഈസ് നോട്ട് റിയലി മൈ തിങ്. ലൈക്ക് എനിക്ക് എല്ലാ ദിവസവും കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനമല്ല മാച്ച. ബിക്കോസ് ഒബ്വിയസ്ലി വി ഹാവ് ടു ബി ഓണസ്റ്റ്, മാച്ച ആക്ച്വലി ടേസ്റ്റ് ലൈക്ക് ഗ്രാസ്, ലൈക്ക് വീറ്റ് ഗ്രാസിൻ്റെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് വീറ്റ് ഗ്രാസിൻ്റെ ഇത് കൊടുക്കാറുണ്ട്. അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ നോ വാട്ട് ഇറ്റ് ടേസ്റ്റ് ലൈക്ക്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് മാച്ച ടേസ്റ്റ് ലൈക്ക്. ഐ ഡോണ്ട് ഈവൻ നോ ഇറ്റ്സ് ദ സെയിം തിങ്, ബട്ട് ഐ ഗെസ് ഇറ്റ്സ് നോട്ട്. ഇറ്റ്സ് എ ഫോം ഓഫ് ടീ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ടീ ഇങ്ങനെ റിഫൈൻ ചെയ്ത് അങ്ങനെ എന്തൊക്കെ പരിപാടിയാണ്. അപ്പം എനിക്ക് വൺസ് ഇൻ എ വൈൽ ഈ സ്ട്രോബെറി മാംഗോ ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മാച്ചയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഡ്രിങ്കബിൾ, അത് ടേസ്റ്റി ആണ്. അപ്പം ഞാനത് ഇന്ന് പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഐ എം വെയറിങ് ടുഡേ. ജസ്റ്റ് റിയലി കംഫർട്ടബിൾ dress. I don't know if you can call it like a shirt dress. I don't know what it's called. It's called something. Anyways, I will post like a proper video of it. Yeah. So let's see. അപ്പം ഞങ്ങളങ്ങനെ രാവിലെ ഇറങ്ങി. രാവിലെ അല്ല, ആക്ച്വലി ഉച്ചയായി. പക്ഷെ പുറത്ത് ഭയങ്കര മൂഡി ക്ലൈമറ്റ് ആയതുകൊണ്ട് തോന്നാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബിൽ പോയി. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പാൻ കേക്ക് ഓർഡർ ചെയ്തു. പിന്നെ എന്തായിരുന്നു ഓർഡർ ചെയ്തത്? ഐസ് സ്മോക്ക് ഓർഡർ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യത്തെ ഐസ് സ്മോക്ക് വാസ് എ ലിറ്റിൽ വാട്ടറി. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വാട്ടറി ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഞങ്ങൾക്ക് വി ആർ എ ലിറ്റിൽ ഡിസപ്പോയിൻറ്റഡ്. ബട്ട് എനിവേസ് പാൻ കേക്ക് വാസ് ഗുഡ്. ബ്ലൂബെറീസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സും ആപ്പിളും വിപ്ഡ് ക്രീം ആൻഡ് ഓൾ വാസ് നൈസ്. പിന്നെ ഞങ്ങൾ എന്തായാലും പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, ഇറങ്ങാമെന്ന് വിചാരിച്ചു. വരൂ. ആക്ച്വലി ഇപ്പം പുറത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു മഴ പെയ്തു തുടങ്ങും കേട്ടോ. ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട്. വാ. നടക്കണമൊക്കെ വികൃതി. വൈകുന്നേരം ഇതിലൂടെ നടക്കാൻ ആക്ച്വലി നല്ല സുഖമല്ലേ? വെരി കൂൾ ക്ലൈമറ്റ്. ഞങ്ങൾ ബാഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ തമ്പു? അത് നടന്ന് ചാട്ട് കഴിക്കാനായിട്ട് വന്നു. ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലം. എന്താ നമ്മൾ പറഞ്ഞാൽ പാനിപൂരി ദഹിപൂരിയും പാർസൽ ചെയ്തിട്ടുണ്ട്. വരാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? ഇവിടെ ഈ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ചൂടാണ്. പുറത്ത് ആക്ച്വലി ഇത്ര ചൂടില്ല. ഞങ്ങൾ
ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പല പല സാധനങ്ങൾ കൊണ്ട് എല്ലാവിടെയും പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് പറ്റില്ല. ഞങ്ങൾ HSR 27th മെയിനിലൂടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും കഴിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ദോശ തപ്പി നടക്കുകയാണ്. നമ്മൾ ഈ ഒരു ഏരിയയുടെ ഭാഗത്തായിരുന്നു പണ്ട് താമസിച്ചിരുന്നത്. ലൈഷു നൈസ് ഹൗസ്, ബാൽക്കണിയൊക്കെ ഉള്ളത്, നല്ല ഫുൾ ട്രീസ് ഈ ഏരിയ. കാണിക്കാം, എല്ലാ വ്ളോഗിലും ഒരേ സ്ഥലങ്ങൾ തന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലങ്ങൾ തന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ബൈ ദിസ് ടൈം ഈ സ്ഥലം കാണപ്പെടാൻ. നമ്മളിത് കഴിഞ്ഞ് ചിലപ്പോൾ എവിടെ പോയിച്ചു, ജയനഗറിൽ പോകും. അല്ലേ ശു? ശരിയാ, മറന്നു. പോർട്രേറ്റ് എടുത്ത് നന്നായി വരും. വീഡിയോ അപ്പം ഞങ്ങൾ ഒത്തിരി നടന്നു, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ദോശ കഴിച്ച സ്ഥലത്ത് ദോശ വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡായി. നമ്മൾ അവിടുന്ന് കോഫി കുടിച്ചു, പക്ഷേ 2 കോഫി കുടിച്ചു. കഴിച്ചു, ഞാൻ 1 കോഫി കുടിച്ചു. ബട്ട് കോഫി ഭയങ്കര നല്ലതായിരുന്നു ആക്ച്വലി. പിന്നെ എന്തായിരുന്നു, ഇപ്പം ഞങ്ങൾ മെക്ഡോണൾഡ്സ് വന്നിട്ട് ഐസ്ഡ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഐസ് കോഫി അല്ല, ഐസ് എന്തൊക്കെയാണ്. പിന്നെ ഒരു ചോക്ലേറ്റ് മഫിൻ വറസ്, സോഡ പോലെ. നമ്മൾ ഒത്തിരി നടന്നുകൊണ്ട് നമുക്ക് ഒത്തിരി വയ്യാതായി. പക്ഷേ ഇവിടെ ഭയങ്കര രസമാണ് ഇരിക്കാൻ. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ കാണിച്ചു തരാം. കാറ്റ് കാരണം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. കണ്ടോ, മെക്കഫേയുടെ ബ്രൗണി എങ്ങനെയുണ്ട് നോക്കാം. ഇറ്റ് ഈസ് സോഫ്റ്റ്. ഓഹോ, ഇറ്റ്സ് സോഫ്റ്റ് സോഫ്റ്റ് സോഫ്റ്റ്. ഐഷു കാർത്തിക് ഡൽഹി ആരുടെ? ഓഹോ, ലുക്ക് അറ്റ് ദാറ്റ്. കൊള്ളാമല്ലേ? ഞാൻ മെക്കഫേയുടെ ബ്രൗണി ഇതുവരെ കഴിച്ചിട്ടില്ല. മഫിൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കുഴപ്പമില്ല, മോയ്സ്ചർ സോഫ്റ്റ് ഒക്കെയാണ്. പക്ഷേ ഇതില്ല, എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല. അതെന്താ? ഇതാണ് അമേരിക്കൻ മഡ് പൈ അല്ല വാങ്ങിച്ചത്. ഇത് കൊറിയൻ എന്താ ഇഷ്യൂ, കൊറിയൻ സംതിങ്. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അമേരിക്കൻ മഡ് പൈയാണ്. ഇതിവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാലറി ഉണ്ടായിരുന്ന ഡ്രിങ്കാണ്. ട്രൈ ಮಾಡಿ നോക്കാം. ഇതൊക്കെ മധുരം ഇതാർക്കും കുടിച്ചു തീർക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കുടിച്ചു തീർത്ത് കഴിഞ്ഞാൽ മത്ത് പിടിച്ച് ചാവും. ഞാൻ ഇന്നലത്തെ വ്ളോഗ് എൻഡ് ചെയ്യാൻ മറന്നുപോയി. സോ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഈവനിങ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ റിലാക്സ് ചെയ്തു. ബിക്കോസ് ഇറ്റ്സ് എനിവേസ് എന്താ പറയുക, weekend. So I'll see you next vlog. Thank you for watching.